എ പ്ലസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഫേസ്ബുക്കിൽ നിന്നും എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു കുറിപ്പ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ വ്യക്തികളും ഇത് കണ്ടിരിക്കേണ്ടതാണ്. എടുത്തവരും കാണുക. കാരണം ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഒരു അനുഭവ പാഠം ആയിരിക്കും. ഇത് സുധീർ കലക്കാട്ടിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് കുറിപ്പാണ്. ഞാനത് അതുപോലെ അങ്ങ് വായിക്കുകയാണ്. ആ ചിത്രവും ഈ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. അതൊരു വീടിൻ്റെ ചിത്രമാണ്. ഇദ്ദേഹം നിർമ്മിച്ച വീടിൻ്റെ ചിത്രമാണ്. അതിൽ പറയുന്നത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നന്ദി, ലോണില്ലാതെ വീട് പണി പൂർത്തിയാക്കാൻ പ്രചോദനം നൽകിയതിന്. ആ വാക്കുകളെല്ലാം അതുപോലെ ഞാൻ വായിക്കുകയാണ്. എൻ്റെയും ഭാര്യയുടെയും ശമ്പള സർട്ടിഫിക്കറ്റ് വച്ചിട്ടും എല്ലാ പേപ്പറും വക്കീലിൻ്റെ ഓഫീസിൽ നിന്നും ശരിയായ വാല്യുവർ വന്ന് നോക്കിയ ശേഷം നിസ്സാര കാരണം പറഞ്ഞ് ലോൺ നിഷേധിച്ച സ്റ്റേറ്റ് ബാങ്കിന് നന്ദി. നിഷേധിച്ച നിങ്ങളോടുള്ള വാശിക്ക് കയ്യിലുണ്ടായിരുന്ന സ്വർണവും മറ്റും ഉപയോഗിച്ച് കണ്ടെത്തിയ പണം കൊണ്ടും മറ്റും പൂർത്തിയാക്കിയ പുതിയ വീട്ടിൽ ഞങ്ങൾ 1 വർഷം താമസം പൂർത്തിയാക്കി. ഇന്നലെയും സ്റ്റേറ്റ് ബാങ്കിൻ്റെ റീജിയണൽ ഓഫീസിൽ നിന്നും വിളിച്ചിരുന്നു. ലോൺ വേണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ കോൾ വന്നത്. ആ അപേക്ഷ കേട്ട് വേണ്ട എന്ന ആത്മവിശ്വാസത്തോടെ നിരസിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം. സുധീർ കലക്കാട്ടിൽ. ഇതാണ് ആ കുറിപ്പ്. എഴുതിയ ആളിൻ്റെ പേര് ഞാൻ വായിച്ചു, സുധീർ കലക്കാട്ടിൽ. ഇത് മനസ്സിലാക്കി തരുന്ന ഒരു പാഠം. ആദ്യമായി ലോണിന് ഇദ്ദേഹം SBIയെ സമീപിക്കുന്നു. അവർ പല ഡോക്യുമെൻറ്റ്സുകളും ആവശ്യപ്പെടുന്നു. കൊടുത്ത ഡോക്യുമെൻറ്റുകളെല്ലാം ഓരോന്നായി കൊടുക്കുമ്പോഴും അതിന് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒബ്ജക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും. നിസ്സാര കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ലോൺ അപ്പോൾ അപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് നിഷേധിച്ചു എന്ന് ചുരുക്കം. പിന്നീട് അവർ തീരുമാനിച്ചു, ഭാര്യയും ഭർത്താവും കൂടി വീട്ടിലുള്ള ആഭരണങ്ങൾ, ഭാര്യയുടെ ആഭരണങ്ങൾ മുഴുവൻ അങ്ങോട്ട് ഡിസ്പോസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അത് ഡിസ്പോസ് ചെയ്തും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഒക്കെ അറേഞ്ച് ചെയ്തും അവർ ലോൺ ഇല്ലാതെ വീട് വച്ചു. 1 വർഷം പൂർത്തിയാക്കി സന്തോഷത്തോടെ അവർ താമസിക്കുന്നു. EMI അടയ്ക്കാൻ നെട്ടോട്ടം ഓടണ്ട. ഏതെങ്കിലും ഒരു തവണ തെറ്റിപ്പോയാൽ ബാങ്കുകളുടെ നിലവിളി കേൾക്കേണ്ടതില്ല. വീട്ടിൽ ആളുകൾ കയറിയിറങ്ങി ജപ്തി ഭീഷണി എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കേണ്ട അവസ്ഥ വരുന്നില്ല. ആകെ കൂടി ഞങ്ങൾ സന്തോഷത്തിലാണ് എന്നാണ് സുധീർ കാണിക്കുന്ന ഒരു അനുഭവ പാഠം. പല ആളുകളും ഇതുപോലുള്ള കാര്യങ്ങൾ സ്വയം നമുക്ക് സംഘടിപ്പിച്ച് ഒരു വീട് നിർമ്മിക്കാൻ കഴിയുമായിരുന്നിട്ടും അത് ചെയ്യാതെ കൂടുതൽ തുക ബാങ്കുകളിൽ നിന്നും ലോണായി എടുത്ത് നിർമ്മിക്കുകയും തിരിച്ചടയ്ക്കാൻ കഴിയാതെ നിലവിളിക്കുകയും ചെയ്യുകയാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. നമ്മുടെ കൊക്കിൽ കൊത്താൻ കഴിയുന്നത് മാത്രം കൊത്തുക എന്നുള്ള ഒരു ശൈലി പണ്ടേ നമ്മൾ പഴയ ആളുകളൊക്കെല്ലാം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പല വ്യക്തികളും ഇപ്പോൾ അങ്ങനെ അതൊന്നും ശ്രദ്ധിക്കാറില്ല. നിലവിലുള്ള ജോലി എന്നെന്നും സ്ഥിരമായിരിക്കുമെന്ന് കരുതുന്നു. എന്നെന്നും നമ്മൾ ഇതേ ആരോഗ്യത്തോടു കൂടിയും ഒക്കെ കഴിയും എന്ന് കരുതുന്നു. ഇങ്ങനെ പല കരുതലുകളാണ് നമ്മളെ ലോൺ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ കൊറോണ കാലം നമ്മളെ പഠിപ്പിച്ച ഒരു വലിയ പാഠമുണ്ട്. ഇതിനെല്ലാം ഒരു ചെറിയ സമയം മതി സമ്പാദിച്ചതൊക്കെ തന്നെ പട്ടപൂജ്യത്തിലെത്താൻ എന്ന്. ചില ഉരുൾപൊട്ടലുകളും ചില സുനാമികളും കൊറോണയും ഒക്കെ നമ്മളോട് പറഞ്ഞതും ഈ വാർത്ത തന്നെയാണ്. അപ്പോൾ നമ്മൾ വലിയ ഒരു കടക്കണിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാം സുധീറിനെ പോലെ ചിന്തിക്കണം എന്ന് ഞാൻ പറയുന്നു. കഴിയുമെങ്കിൽ, അതൊരു നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾ ലോൺ എടുക്കുക. പക്ഷേ ലോൺ എടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, തിരിച്ചടയ്ക്കാൻ കഴിയുമോ എല്ലാ മാസവും? അത് കടം വാങ്ങി തിരിച്ചടയ്ക്കാനും മറ്റ് ഒരു ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാനും നിലവിലുള്ള ലോൺ മോഡിഫൈ ചെയ്ത് രക്ഷപ്പെടാനും ഒക്കെയുള്ള താൽക്കാലിക സാധ്യതകൾ നിങ്ങൾ അവലംബിക്കരുത്. മറിച്ച് നിങ്ങൾ പൂർണ്ണമായും നിങ്ങളെക്കുറിച്ചൊരു അസസ്മെൻറ്റ് നടത്തണം. നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചിട്ടുള്ള അസസ്മെൻറ്റ് നടത്തിയതിന് ശേഷം മാത്രം ഇറങ്ങി പുറപ്പെടുക. പോഷായ വീട് കടം വാങ്ങി വെക്കാൻ നിങ്ങൾ തുനിയരുത്. പല ആളുകളും കടം വാങ്ങി കിട്ടുന്നതാണ് ലോൺ എന്ന് മനസ്സിലാക്കില്ല. ഇത് ഒരു സ്ഥാപനം നമുക്ക് തരുന്നു എന്നുള്ളതാണ് ധാരണ. ഇത് കടം തരുന്നതാണ്. കടം വാങ്ങി വെക്കുന്ന ഒരു വീട് അടിപൊളി വീടാക്കണം എന്ന്
നിങ്ങൾ കരുതിയാൽ അത് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി കൂടി ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വേണം. നമുക്കൊരു താൽക്കാലിക വീട് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വാടക കൊടുക്കാതെ കഴിയാനോ, ഇല്ലെങ്കിൽ കുടുംബ വീടിൽ നിന്ന് മാറി താമസിക്കാനോ, ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് താമസിക്കാൻ വേണ്ടിയോ നമ്മളൊരു വീട് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നിങ്ങൾ വീട് അങ്ങനെ ഒരു വീട് നിർമ്മിക്കാം. പക്ഷേ തിരിച്ചടവ് മുടങ്ങിയാൽ മുമ്പത്തെ പോലെയല്ല, 3 മാസം തുടർച്ചയായി നിങ്ങൾ തിരിച്ചടവ് മുടക്കിയാൽ ഇതുവരെയുള്ള നിങ്ങൾ എടുത്തതും പലിശയും എല്ലാം ചേർത്തിട്ടുള്ള തുക ഇപ്പോഴുള്ള സർഫാസി നിയമപ്രകാരം നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടി വരും എന്നുള്ളത് പലരും മറന്നുപോകുന്നു. ജപ്തി നോട്ടീസ് വന്നാൽ പോലും ഇതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് മടക്കി വെക്കേണ്ട കാലം കഴിഞ്ഞു. നിലവിൽ സർഫാസി എന്ന് പറയുന്ന ഏറ്റവും തീവ്രമായ നിയമമെന്ന് തന്നെ ഞാൻ പറയും. ആ നിയമം കർക്കശമാണ്. ആ നിയമത്തിൽ നിന്നും നമുക്കൊന്നും പെട്ടെന്നൊന്നും ജമ്പ് ചെയ്ത് പോകാനൊന്നും കഴിയില്ല. അത് നമ്മളെ ചുറ്റും വലയം ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് ലോൺ എടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ലോൺ എടുക്കും മുമ്പ് എല്ലാവരും ചിന്തിക്കണം. ഈ സുധീർ കലക്കാട്ടിൽ എന്ന് പറയുന്ന വ്യക്തിയെപ്പോലെ നിങ്ങളും അങ്ങ് ആയിത്തീരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ അനുഭവ പാഠം നിങ്ങൾക്ക് ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് എന്ന് മാത്രം ഞാനും സൂചിപ്പിക്കുന്നു. നന്ദി.